പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 7ലെ നെക്സ്റ്റ് പോർഷനാണ്. ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ കാണുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് വെൻ സം സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഗിവൺ. ചില സൈഡ്സും ആംഗിൾസും തന്നു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൈഡ് ലെങ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നുള്ളതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചില സൈഡുകളും ആംഗിൾസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുമ്പം ആ രണ്ട് സൈഡുകൾക്ക് ഇടയ്ക്ക് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇവിടെ നമുക്ക് ചില ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയാൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ബേസ് 4 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് സൈഡുകളുടെയും കൂടെ ഇടയ്ക്കുള്ള ആംഗിളാണ് ഈ ആംഗിൾ 60 ഡിഗ്രി. ഈ ആംഗിളിനെ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് സൈഡുകളുടെയും ബിറ്റ്വീൻ ആണ് വരുന്നത് അല്ലേ. അതേപോലെ ഇവിടെ നോക്കിയാൽ 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ അതിന് ബിറ്റ്വീൻ വരുന്ന ആംഗിളാണിത്. അപ്പോൾ 30 ആണ് ഇൻക്ലൂഡഡ് ആംഗിൾ. ഇവിടെ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സൈഡ്സിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 40 ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മളോട് ഇവിടെ ഒരു ട്രയാങ്കിൾ ABC കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. AB 5 സെൻറ്റിമീറ്റർ, AC 4 സെൻറ്റിമീറ്റർ, ആംഗിൾ A 40 ഡിഗ്രി. അപ്പോൾ നമ്മളോട് ഇവിടെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വരയ്ക്കുന്നത്? ബേസ് വരയ്ക്കും അല്ലേ. അപ്പോൾ ബേസ് AB നമ്മൾ 5 സെൻറ്റിമീറ്റർ ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ A 45 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ ബേസ് വരയ്ക്കും. ബേസ് AB എന്ന് മാർക്ക് ചെയ്യുക. അതെത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇനി ആംഗിൾ ഏതാണ് എന്ന് നോക്കുക. ആംഗിൾ A 45 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Aയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ലൈൻ Aയിൽ നിന്ന് റൈറ്റിലേക്കാണ് അല്ലേ. അപ്പോൾ റൈറ്റിൽ നിന്നുള്ള 0 വേണം നമ്മൾ നോക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? 45 എവിടെ വരുന്നു അവിടെ നമ്മൾ പോയിൻ്റ് ഇട്ടിട്ട് അതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ AC 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ AC 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ Aയിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ C മാർക്ക് ചെയ്യുക. എന്നിട്ട് അതും ബിയും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും, BC കിട്ടും. അപ്പോൾ AC നമുക്ക് 4 സെൻറ്റിമീറ്റർ, AB 5 സെൻറ്റിമീറ്റർ, ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും തന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അടുത്തത് 2 ആംഗിൾസ് ആൻഡ് ദി ഇൻക്ലൂഡഡ് സൈഡ്. ഇനി രണ്ട് ആംഗിൾസും ഇൻക്ലൂഡഡ് സൈഡും തന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിയത് രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ആയിരുന്നു. ഇവിടെ നമുക്ക് 2 ആംഗിൾസും ഇൻക്ലൂഡഡ് സൈഡുമാണ്. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നോക്കിയേ, 2 ആംഗിൾസ് ഇൻക്ലൂഡഡ് സൈഡ്. അപ്പോൾ സൈഡ് ഇവിടെ 5 സെൻറ്റിമീറ്റർ. അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആംഗിൾ മെഷർ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കും. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ ബിറ്റ്വീൻ വരുന്ന സൈഡാണ് ഇൻക്ലൂഡഡ് സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 40 ഇതും 50 ഇതും എടുത്തിട്ട് ഈ സൈഡ് എടുക്കില്ല. ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന സൈഡായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളോട് ട്രയാങ്കിൾ ABC കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. AB 5 സെൻറ്റിമീറ്റർ, ആംഗിൾ A 45, ആംഗിൾ B 80. ഇതെങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള സൈഡ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. ബേസ് AB 5 സെൻറ്റിമീറ്ററിന് എടുക്കും. പിന്നെ നമ്മളോട് ആംഗിൾ A 45 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ നമ്മൾ Aയിൽ വെച്ചിട്ട് ലൈൻ നമുക്ക് റൈറ്റിലേക്കാണ് അല്ലേ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള 0യിൽ നിന്ന് നമ്മൾ 45 ഡിഗ്രി മാർക്ക് ചെയ്യും. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യും. പിന്നെ ആംഗിൾ B 80 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Bയിൽ വെച്ചിട്ട്
നമ്മുടെ ലൈൻ അപ്പോൾ ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിൽ നിന്ന് 0യിലേക്കുള്ളത് നമ്മൾ നോക്കും. എവിടെ വരും? 90യെ കാട്ടിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വരും അല്ലേ? 90യുടെ തൊട്ടിപ്പുറത്തായിട്ട് വരും 80. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യും. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ ഈ 2 ലൈനുകളും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ഈ പോയിൻ്റാണ് സി എന്ന് പറയുന്നത്. ഈ ആംഗിൾ 45 ഡിഗ്രി, ഇത് 80 ഡിഗ്രി. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ 2 ആംഗിൾസും ഇൻക്ലൂഡഡ് സൈഡും വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഡു ട്രയാങ്കിൾസ് ഓൾവേസ് എക്സിസ്റ്റ്? എപ്പോഴും ട്രയാങ്കിൾസ് എക്സിസ്റ്റ് ആകുമോ അല്ലേ? അപ്പം 2 ആംഗിൾസിൻ്റെയും ഇൻക്ലൂഡഡ് സൈഡിൻ്റെയും കോമ്പിനേഷനിൽ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകുമോ? ഇപ്പോൾ നമുക്ക് 3 സൈഡ്സും തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെ 3 സൈഡുകളും തരുമ്പോൾ നമുക്ക് 2 ആംഗിൾസിൻ്റെയും ഇൻക്ലൂഡഡ് സൈഡിൻ്റെയും കോമ്പിനേഷനിൽ എപ്പോഴും ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് 2 ഫിഗറുകൾ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തില്ല. കാരണം എന്താണ്? ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ ഇവിടെ വരുന്ന ആംഗിൾ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇതിലൊന്നും ആംഗിൾസ് മീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആണ്. 90 ഡിഗ്രി വീതമാണ്. ഇതൊരിക്കലും ട്രയാങ്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഈ 2 ലൈനുകൾ മീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ആംഗിൾ നോക്കിയേ, ഈ ആംഗിൾ 90 ഡിഗ്രിയും ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലുള്ള ആംഗിളാണ്, ഒബ്റ്റ്യൂസ് ആംഗിളാണ് അല്ലേ? ഇവിടെയും ഒരിക്കലും ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നില്ല. ഇവിടെ ഈ 2 ആംഗിൾസും ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ്, അതായത് 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ്. ഇവിടെയും ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവുന്നില്ല. കാരണം എന്താണ്? ഈ 2 ലൈനുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവണമെങ്കിൽ ആംഗിൾസ് എങ്ങനെയുള്ളതായിരിക്കണം? 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവുള്ളതായിരിക്കണം. ഇഫ് 2 ആംഗിൾസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ആംഗിൾ ദെൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ 2 ആംഗിൾസ് റൈറ്റ് ആംഗിളിനെക്കാട്ടിൽ ഗ്രേറ്ററോ ഈക്വൽ ടു റൈറ്റ് ആംഗിളോ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? ട്രയാങ്കിൾ പോസിബിൾ ആകുന്നില്ല. മനസ്സിലായല്ലോ? ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 2 ആംഗിൾസ് 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ്. ഇവിടെ ട്രയാങ്കിൾ പോസിബിൾ അല്ല. ഇവിടെ ഒരാംഗിൾ 90യും ഒരെണ്ണം ഒബ്റ്റ്യൂസുമാണ്. ഇവിടെയും പോസിബിൾ അല്ല. ഇവിടെ 2 ആംഗിൾസ് 90 ആണ്. ഇവിടെയും പോസിബിൾ അല്ല. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, ഇനി നമുക്കിവിടെ വേറൊരെണ്ണം തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ AB തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 40 ആണ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾ പോസിബിൾ ആകണമെങ്കിൽ ആംഗിൾ B എത്ര വരണം? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബിയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് നമ്മുടെ ലൈൻ വരുന്നതെങ്കിൽ, അതായത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഈ ലൈൻ ഈ എല്ലുമായിട്ട് ഒരിക്കലും ഇത് മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ബിയുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ എല്ലുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ ബിയുടെ സ്മോളസ്റ്റ് വാല്യൂ എന്തായിരിക്കണം? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്ലൂ ലൈൻ തന്നിട്ടുണ്ട് അല്ലേ? ദ ബ്ലൂ ലൈൻ ഈസ് ദ ലൈൻ വിത്ത് ദ ലീസ്റ്റ് റൈറ്റ് വേർഡ് ബെൻഡ് ദാറ്റ് ഡസൻ മീറ്റ് ദ ലൈൻ എൽ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല? ഈ എല്ലുമായിട്ട് മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ AC ഉണ്ട്, ബിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AB നമുക്ക് ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആഡ് അപ്പ് ടു 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Aയും ആംഗിൾ Bയും കൂടെ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ A നമുക്ക് 40 ആണ് എന്നറിയാം. ഇതും ആംഗിൾ Bയും കൂടെ ചേർന്നാൽ 180 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ B എന്ത് വരും? 180 മൈനസ് 40, ദാറ്റ് ഈസ് 140 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ B നമുക്ക് 140 ഡിഗ്രി ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു, രണ്ട് ആംഗിൾസും 90 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ എന്താവത്തില്ല? ട്രയാങ്കിൾ എക്സിസ്റ്റ് ആവത്തില്ല, പോസിബിൾ ആകത്തില്ല. ഇവിടെ ഒരു ആംഗിൾ എന്താണ്? 140 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇവിടെ ട്രയാങ്കിൾ എന്താകത്തില്ല?
എക്സിസ്റ്റ് ആവത്തില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? When the sum of two given angle is less than 180, a triangle exists with these angles. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ സം 180യെക്കാട്ടിൽ കുറവാണെങ്കിൽ, നമ്മൾ മുകളിൽ കണ്ടതിൽ എന്താണ് സം എത്രയായിരുന്നു? ഇവിടെ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 180 എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ട്രയാങ്കിൾ ഇവിടെ എക്സിസ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ട്രയാങ്കിൾ എക്സിസ്റ്റ് ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? വെൻ ദ സം ഓഫ് ദി ടു ഗിവൺ ആംഗിൾസ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, എ ട്രയാങ്കിൾ എക്സിസ്റ്റ് വിത്ത് ദീസ് ആംഗിൾസ്. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ സം ലെസ് ദാൻ 180 ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഇഫ് ദ സം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180, ദർ ഈസ് നോ ട്രയാങ്കിൾ വിത്ത് ദീസ് ആംഗിൾസ്. അപ്പോൾ സമ്മ് ഗ്രേറ്റർ ദാനോ ഈക്വലോ 180യെക്കാട്ടിൽ ഗ്രേറ്റർ ദാനോ ഈക്വലോ ആണെങ്കിൽ എന്താവത്തില്ല? ഈ ആംഗിളുകൾ കൊണ്ട് അവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇനി ഇവിടെ നമുക്ക് ട്രയാങ്കിൾ എ ബി സി എടുത്തിട്ട് ആംഗിൾ ബി 50 ഡിഗ്രി, ആംഗിൾ സി 70 ഡിഗ്രി. ഇവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ഇല്ലാതെ ആംഗിൾ എ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ കണ്ടു പാരലൽ ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ? എന്താണ്? സം ഓഫ് എനി ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി എന്ന് നമ്മൾ മുകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പാരലൽ ലൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ XY എന്ന് പറയുന്ന ഒരു പാരലൽ ലൈൻ നമ്മളിവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ബി സിക്ക് പാരലായിട്ട് XY എന്ന് പറയുന്ന ഒരു ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അത് വെർട്ടെക്സ് എയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇവിടെ 3 ആംഗിൾസ് ഫോമായി. ഏതൊക്കെയാണ്? ആംഗിൾ XAB, ഈ ആംഗിൾ ഫോമായി. അടുത്തത് ആംഗിൾ YAC, ഈ ആംഗിളും ഫോമായി. ഈ ആംഗിൾ ഓൾറെഡി ഇവിടെ ഉള്ള ആംഗിളാണ് BAC കേട്ടോ. ഈ രണ്ട് ആംഗിൾസും കൂടെ എന്ത് ചെയ്തു? ഇവിടെ ഫോമായി. അപ്പോൾ ഇവിടെ XY BCക്ക് പാരലായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? XAB എന്തിന് ഈക്വലാണ്? ആംഗിൾ ബിക്ക് ഈക്വലാണ്. കാരണം എന്താണ്? XY പാരലൽ BC ആൻഡ് AB ഈസ് ദ ട്രാൻസ്വേഴ്സൽ. സോ ആംഗിൾ XAB ആൻഡ് ആംഗിൾ ABC ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അതുകൊണ്ട് രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ XAB എന്തിന് ഈക്വലാണ്? ആംഗിൾ ബിക്ക് ഈക്വലാണ്. അതുകൊണ്ട് ആംഗിൾ XAB എത്രയാണ് എന്ന് പറയാം? 50 ഡിഗ്രി ആണ് എന്ന് പറയാം. അതുപോലെ XYയും BCയും പാരലാണ്, AC ട്രാൻസ്വേഴ്സലുമായതുകൊണ്ട് YACയും ആംഗിൾ Cയും ഈക്വലാണ്. അതുകൊണ്ട് ഇതെത്രയാണ് എന്ന് പറയാം? 70 ഡിഗ്രി ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ലീനിയർ പെയർ എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ? അതായത് സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും 180 ആയിരിക്കും. അപ്പോൾ അവിടുന്ന് എത്ര ആംഗിൾസ് ഉണ്ടായാലും ആ ആംഗിളുകളുടെ എല്ലാം കൂടെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിളും ഈ ആംഗിളും കൂടെ ചേർന്നാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. XAB 50 ഡിഗ്രി, YAC 70 ഡിഗ്രി, ആ 3 ആംഗിളുകളും കൂടെ ചേർന്നിട്ട് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ XABയും YACയും BACയും കൂടെ 180 ഡിഗ്രി. BAC എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിളാണ് BAC എന്ന് പറയുന്നത്. ഈ 3 ആംഗിളുകളും കൂടെ 180 ഡിഗ്രിയാണ്. XAB ഈസ് 50, YAC ഈസ് 70 പ്ലസ് BAC ഈസ് ഇക്വൽ ടു 180. 50യും 70യും കൂടെ എന്താവും? 120 ആകും. 120 പ്ലസ് ആംഗിൾ BAC ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് ആംഗിൾ BAC എന്ത് കിട്ടും? 180 മൈനസ് 120, ദാറ്റ് ഈസ് 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാതെ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? ആംഗിൾ എ എത്രയാണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ടുകൾ ചെയ്യാനുണ്ട്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.